സ്കൂൾ തുറക്കുന്നതിന് മുന്നേയുള്ള പ്രിപ്പറേഷൻസിൽ മെയിനാണല്ലോ ബൈൻഡിങ്. ഈയിടെയായിട്ട് എങ്ങനെ ബുക്സ് ഈസി ആയിട്ട് ബൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ള ഒത്തിരി ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ആ പഴയ രീതിയിലോട്ട് തന്നെ പോയി കേട്ടോ. പണ്ട് ഞങ്ങളുടെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ അച്ഛൻ ബൈൻഡിങ് ചെയ്യുമ്പോഴത്തേക്കും ഞാനും ബൈൻഡ് ചെയ്യാൻ കൂടാറുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ സൈഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് ബുക്സ് ബൈൻഡ് ചെയ്തെടുത്തുകൊണ്ടിരുന്നത്. ഒന്നോ രണ്ടോ ബുക്കൊക്കെ പുതിയ മെത്തേഡിൽ ബൈൻഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഞാൻ എൻ്റെ ഈ പഴയ രീതിയിലാണ് ബൈൻഡ് ചെയ്തെടുത്തത് കേട്ടോ. പുതിയ മെത്തേഡ് ട്രൈ ചെയ്തപ്പോഴത്തേക്കും എനിക്കിങ്ങനെ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു. ഞാൻ ചെയ്ത കുഴപ്പമായിരിക്കാം, പക്ഷേ ശരിയാണ് കേട്ടോ. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ എനിക്കെന്തോ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആ രീതിയിൽ ചെയ്തപ്പോൾ ഒരു സന്തോഷവും ഒരു സംതൃപ്തിയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത്? പുതിയ മെത്തേഡാണോ അല്ലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ പഴയ മെത്തേഡാണോ? ബുക്സിൻ്റെ ബൈൻഡിങ് ഒക്കെ കഴിഞ്ഞു. അടുത്ത കഴിഞ്ഞ് നെയിം സ്ലിപ്സ് ഒട്ടിക്കുന്ന പരിപാടിയാണ്. പേഴ്സണലൈസ്ഡ് ചെയ്യിപ്പിച്ച നെയിം സ്ലിപ്സാണ് കേട്ടോ. എല്ലാ വർഷവും നല്ല നല്ല ഫോട്ടോസ് എടുത്തിട്ട് ഇതുപോലെ പേഴ്സണലൈസ്ഡ് ചെയ്ത നെയിം സ്ലിപ്സാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ വർഷവും അതുപോലെ തന്നെയാണ് ചെയ്തത്. സ്പേസ് തീമിലും അതുപോലെ തന്നെ മിലിറ്ററി തീമിലുമുള്ള നെയിം സ്ലിപ്സാണ് ചെയ്തെടുത്തത്. നല്ല ഫോട്ടോസ് എടുത്തിട്ട് ഇതുപോലെ തീംസ് വെച്ചിട്ട് ചെയ്തെടുക്കാറാണ് പതിവ്. ഇത് കാണുമ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമാണ്.